എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ മംഗള എക്സ്പ്രസിൻ്റെ ഡൽഹി യാത്രയുടെ രണ്ടാമത്തെ പാർട്ടാണിത്. ആദ്യത്തെ വീഡിയോയിൽ കൊയിലാണ്ടി മുതൽ നാസിക് റോഡ് വരെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. ഇനിയിപ്പോൾ അതേ നാസിക് റോഡിൽ നിന്നാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ തുടങ്ങുന്നത്. ഇവിടുന്ന് ഡൽഹി വരെയുള്ള, അതായത് ഹസ്രത്ത് നിസാമുദ്ദീൻ വരെയുള്ള കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അവിടെ ദൂരെയായിട്ട് ഇന്ത്യയുടെ കൊടി കണ്ടോ? അങ്ങനെ ഈ ഒരു സ്റ്റേഷനും ട്രെയിനിലാണ്. ഇവിടുന്നുണ്ടോ റൈറ്റിലോട്ടൊരു ട്രാക്ക് പോകുന്നത്? ഇതെങ്ങോട്ടേക്കാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ട്രെയിന് കുറവാന്ന് തോന്നുന്നു ആ റൂട്ടിൽ പോകുന്നത്. ആ ഒരു ട്രാക്ക് കിടക്കുന്ന കണ്ടാൽ അറിയാം. ഇതാർക്കെങ്കിലും അറിയെങ്കിൽ പറയണേ. നാസിക് റോഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഈ പോകുന്ന ട്രാക്ക് എങ്ങോട്ടാണ്? പ്രയാഗ്രാജ് പോലെ തന്നെ കുംഭമേള നടക്കുന്ന ഒരു സ്ഥലമാണ് നാസിക് എന്ന് പറയുന്നത്. അതുപോലെ 12 ജ്യോതിർലിംഗങ്ങളിലൊന്നായിട്ടുള്ള ത്രയംബകേശ്വര ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് നാസിക്കിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന അഡ്വഞ്ചറായിട്ടുള്ളൊരു ട്രക്കിംഗ് ആണ് ഹരിയർ ഫോർട്ട്. അതൊക്കെ ഇവിടെയാണ്. അപ്പം പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇറങ്ങിയാൽ മതി. അതിന് വരാനും ഈ മംഗള എന്ന് പറയുന്നത് നല്ല കറക്റ്റ് ട്രെയിനാണ്. ഇത് വണ്ടിക്ക് വന്നാൽ ഈ ടൈമിൽ നമുക്ക് ഇറങ്ങിയിട്ട് 2 മണിക്കൂർ 7 മണിയുടെ മുന്നിൽ നമുക്ക് അവിടെ എത്താം. നമ്മളെ ഇപ്പം ബുസ്വാൽ എന്ന് പറഞ്ഞ സ്റ്റേഷൻ എത്താറായി. ഒരു 8:30 ആകുമ്പോൾ അവിടെ എത്തും. അവിടെ ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് കഴിക്കാം. നല്ല ഇരുടായി പോകും. അവിടെ ഭക്ഷണം വരും. ഞാൻ ഫുഡ് ഓൺ മൈ ട്രാക്ക് വഴി ഓർഡർ ചെയ്തതാണ്. നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷനാണ്. നമുക്ക് ഇതിനകത്തുള്ള ഫുഡ് കഴിക്കണ്ട. ഇപ്പോഴും മഹാരാഷ്ട്രയിൽ കൂടെ തന്നെ കേട്ടോ ട്രെയിൻ പോകുന്നത്. മഹാരാഷ്ട്ര ബോർഡർ അത് കഴിഞ്ഞിട്ട് നമ്മൾ മധ്യപ്രദേശിലോട്ട് കയറും. കണ്ണട അവിടെ ഊരി വെച്ചതാണ്. കുറച്ച് അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ട്രെയിൻ ലേറ്റ് ആയിപ്പോയി. 1 മണിക്കൂർ 8 മണിക്ക് എത്തേണ്ട ഇപ്പം 9 മണിയായി. അവിടെ എന്തോ ഉത്സവമോ എന്തോ നടക്കുന്നുണ്ട് തോന്നുന്നു. നോക്ക്, എന്താണോ എന്തോ കല്യാണോ എന്താന്ന് ആർക്കറിയാം. നല്ല ദൂരെയായിട്ടാ കഴിഞ്ഞു. എന്നാ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ. ഒരു ഗുഡ്സ് ലൈറ്റില്ലാത്തോട്ട് കാണായിട്ടാ. നല്ല ഇരുടാ. കഴിഞ്ഞോ? ആ അത് കഴിഞ്ഞു. ലൈറ്റൊക്കെ കാണുന്നില്ല. അതാണ് സ്റ്റേഷൻ. ഏത് ഭാഗത്താ പ്ലാറ്റ്ഫോം വരുന്നത് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ഓപ്പോസിറ്റ് സൈഡാണ് ട്രെയിന്. ആ ഇവിടെയാ, ഈ ഭാഗത്തല്ല. ഈ ഒരു സ്റ്റേഷൻ ഇത് മഹാരാഷ്ട്രയുടെ ബോർഡറാണ്. നമ്മളിനി ഇവിടുന്ന് തൊട്ട് അടുത്തെത്തുമ്പോഴേക്കും തന്നെ നമ്മൾ മധ്യപ്രദേശിലോട്ട് കയറും. അപ്പോളേ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം.
അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. കുഴപ്പമില്ല, കടുകണ്ടിയാണ് തോന്നുന്നു യൂസ് ചെയ്തത്. അപ്പം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. ബാക്കിയൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ബിരിയാണി ആയിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതിന് വരുന്ന 170 രൂപയാണ് അത് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവരും കിടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നാളെ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ ജാൻസിയിലേക്ക് എത്തുക. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളൊന്നും നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിതാ ഝാൻസി റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ ഇപ്പോഴത്തെ പേര് വീരാങ്കണ ലക്ഷ്മിബായി ഝാൻസി സ്റ്റേഷൻ എന്നാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഗുഡ്സ് ട്രെയിൻ വെക്കുന്നത്, ഒരു ബാഗിനായി ലോക്കോമോട്ടീവ്. നല്ല തണുപ്പുണ്ട് രാവിലെ തന്നെ. പുള്ളി RPF അപ്പോൾ എന്നൊക്കെ പറഞ്ഞത് സ്റ്റേഷനിൽ ഇപ്പം പോകുന്ന വഴിയിലേ ആരെങ്കിലും നമ്മുടെ ഫോൺ വന്നിട്ട് പിടിച്ചു വെച്ചുകൊണ്ടുപോയാൽ അത് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ട് സംഭവം കിട്ടാൻ പോകുന്നില്ല. ഒരു WDP-4 കണ്ടോ, ഡീസൽ ലോക്കോമോട്ടീവ്. അങ്ങനെ നമ്മളിത് അവിടെ ഝാൻസി എത്തി. ഇതിപ്പം നമ്മുടെ റാണി ലക്ഷ്മിബായി ഇല്ലേ, റാണി ലക്ഷ്മിബായിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്റ്റേഷൻ. ഇത് റിനോവേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പം അടിപൊളിയാക്കിയിട്ടുണ്ട്. हजरत निजामुद्दीन को जाने वाली कुछ ही समय में प्लेटफॉर्म क्रमांक सुपरफास्ट एक्सप्रेस फ्रॉम एर्नाकुलम जंक्शन टू हजरत निजामुद्दीन. ആ പോകുന്ന ട്രെയിൻ കണ്ടോ, അത് ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടി മാത്രം ഓടുന്നു. അതായത് അതൊരു ജനറൽ ട്രെയിൻ അല്ല. ഭാരത് ഗൗരവ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിലോട്ട് റെയിൽവേ കുറേ ടൂറിസ്റ്റ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോകുന്ന ട്രെയിനാണ്. അതിൽ ടൂറിസ്റ്റുകൾ മാത്രമാണ്. നമ്മൾ സ്പെഷ്യൽ പൈസ അടച്ചിട്ട് നമുക്ക് അതിൽ യാത്ര ചെയ്യാൻ പറ്റും. അതിൽ സ്ലീപ്പറും AC ഒക്കെ വരുന്നുണ്ട്. അവർ നിശ്ചയിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ യാത്ര ചെയ്യാൻ പറ്റും. ആ ട്രെയിനാണ് പോകുന്നത്, ഭാരത് ഗൗരവ്. സ്പെഷ്യൽ ലിവറിയൊക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓടുന്നതാണ്. അത് ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ കണക്ട് ചെയ്ത് പോകുന്നൊരു ട്രെയിനാണ്. രാവിലെ ആണെങ്കിലും സ്റ്റേഷനിലേ നല്ല തിരക്കാ. വീരാങ്കണ ലക്ഷ്മിബായി ഝാൻസി. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് മീററ്റാ. നമ്മളൊരു 9:30 ആകുമ്പോഴാണ് എത്തുക. അപ്പുറത്തായിട്ടൊരു ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നുണ്ട്. കൽക്കരിയോ മറ്റോ എന്ന് തോന്നുന്നത്. യെസ്, കൽക്കരിയാ. ഈ ഒരു അന്തരീക്ഷം കണ്ടോ ഇവിടെ, ഇങ്ങനെ എന്തോ പോലെ, നമ്മുടെ നാട് പോലെയല്ല. മൊത്തം ഒരു പൊടി പിടിച്ച ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. ജനറലിലൊക്കെ നല്ല തിരക്കാൻ തന്നെ. പറപ്പിച്ചാ പോവാ, 130 പോവാ. നമുക്ക് പുറത്തോട്ടൊന്നും എടുക്കാനേ പറ്റൂല, അത്ര സ്പീഡിലാ പോവാ. നല്ല സ്പീഡിലാട്ടോ പോകുന്നത്, അടിച്ച് മെല്ലിച്ച് പോവുക ഈ റൂട്ട്.
ഓപ്പോസിറ്റ് ഒരു ഗുഡ്സ് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ജാൻസി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് ഗോളിയോറാണ്. എങ്ങനെയായാലും ഒരു 1.5 മണിക്കൂർ അങ്ങോട്ടേക്ക് എടുക്കും. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ, നമ്മുടെ ഈ ജാൻസിയിൽ നിന്ന് ഡൽഹി പോകുന്ന ഈ റൂട്ടില്ലേ, ഇതാണ് ഇന്ത്യയിൽ ഏറ്റവും സ്പീഡിൽ പോകാൻ പറ്റുന്ന റൂട്ട് എന്ന് പറയുന്നത്. നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ വരുന്നതിൻ്റെ മുന്നേ ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ പോകുന്ന ട്രെയിനായിരുന്നു ഗതിമാൻ എക്സ്പ്രസ്. ആ ട്രെയിൻ ഓടുന്ന റൂട്ട് എന്ന് പറയുന്നത് ഡൽഹി ടു ജാൻസി വരെയാണ്. എല്ലാ ട്രെയിനും മാക്സിമം സ്പീഡിൽ പോകാൻ പറ്റുന്ന റൂട്ടായിരുന്നു. ഇവിടെയാണ് 130 ടച്ച് ചെയ്ത് ട്രെയിൻ പോകുന്നത്. നമ്മുടെ ട്രെയിൻ നല്ല സ്പീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത. വന്ദേ ഭാരത് വന്നതിന് ശേഷമാണ് ഗതിമാൻ എന്ന് വെച്ചാൽ 160ൽ അവിടെ നിന്ന് എടുത്ത് ഇവിടെ എത്തുന്നവരെ 160ൽ പോകുന്ന ഒരു ട്രെയിനാണ്. അത് എപ്പോഴെങ്കിലും ഒരിക്കലും നമുക്കതിൽ കയറാം. ഇപ്പം വന്ദേ ഭാരത് 160ലൊക്കെ പോകുന്നുണ്ട്. അത്ര സ്പീഡിൽ പോകാൻ പറ്റുക ആ അതായത് ഞാൻ പറഞ്ഞു വന്നത് ഈ റൂട്ടിനെ പറ്റിയ ആ സ്പീഡിൽ ഈ റൂട്ടിൽ പോകാൻ പറ്റും. ഫുൾ പാടങ്ങളും നല്ല റൂട്ടായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. നല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഫുള്ളിങ്ങനെ ഇളകും. നമുക്കിനി ഗോളിയോർ എത്തിയിട്ട് അവിടെ നമ്മളുടെ കാഴ്ചകൾ കാണാം. നല്ല തണുപ്പുണ്ട്. നമ്മുടെ റെയിൽവേയിൽ വന്ന നല്ല മാറ്റങ്ങളുടെ ഒരു സൂചനയാണ് ഈ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും വേസ്റ്റ് ഇതിൻ്റെ അകത്ത് എങ്ങനെ വരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിലെ ആളുകൾ കൊണ്ടിടുന്നില്ലേ, തൊട്ടപ്പുറത്ത് വേസ്റ്റ് ബാസ്കറ്റിന് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കൊണ്ടുപോയി ഇടൂല. കുപ്പിയായാലും ചായ കുടിച്ച ഗ്ലാസ് ആയാലും ഒക്കെ നമ്മുടെ ഇതിൻ്റെ അകത്ത് കോച്ചിൻ്റെ അകത്ത് തന്നെ ഇടും. വല്ലാത്ത ആൾക്കാരാണ്. അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ പകുതിയോളം മലയാളികൾ തന്നെയാണ്. ഡൽഹിക്ക് പോകുന്ന എന്ത് സ്വഭാവം എന്ന് ആലോചിച്ച് നോക്കും. ഒരു 10 മീറ്റർ നടന്നാൽ അവിടെ എത്തും. പക്ഷെ അത് കഴിയൂല. എല്ലാം നിലത്ത് തന്നെ ഇടണം. നമ്മളിപ്പോൾ ഇവിടെ ഗോളിയോർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. സോറി, ഇത് ജംഗ്ഷൻ അല്ല, വെറും ഗോളിയോർ. ഇവിടെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. അത് ഗോളിയോറിന് ബനാറസിലോട്ട് പോകുന്ന ട്രെയിനാണ്. 11107 ഗോളിയോർ ബനാറസ് എക്സ്പ്രസ്. നമ്മളെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജവംശമാണ് ഗോളിയോർ രാജവംശം. നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ, അതായത് പഴയ കോൺഗ്രസ് നേതാവായിരുന്ന വിജയരാദിത്യ സിന്ധ്യയുടെ മകനാണ്. അതുപോലെ തന്നെ പഴയ BJPയുടെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ ഗോളിയോർ എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും അല്ലാണ്ടൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജവംശമായിരുന്നു ഗോളിയോർ രാജവംശം. അതിൽ പെട്ടവരാണ് നമ്മുടെ പഴയ കോൺഗ്രസ് നേതാവായിരുന്ന വിജയരാദിത്യ സിന്ധ്യ, ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി, ഇപ്പോൾ പഴയ കോൺഗ്രസ് നേതാവും ഇപ്പോഴത്തെ BJPയുടെ നേതാവായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ, അതുപോലെ തന്നെ BJPയുടെ നേതാവായിട്ടുള്ള പഴയ രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യ. ഇവരൊക്കെ ഈ ഒരു ഗോളിയോർ രാജവംശത്തിൽ പെട്ടവരാണ്. നമ്മുടെ ട്രെയിൻ ഇത് അവിടെ നിന്ന് എടുത്തു കേട്ടോ. ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് മൊറേനയാണ്. മൊറേന നമ്മളൊരു 8:45 ആകുമ്പോൾ എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ആഗ്ര, പിന്നെ മധുര, പിന്നെ ഫരീദാബാദ്, പിന്നെ ഹസ്രത്ത് നിസാമുദ്ദീൻ. ആ ഒരു ഗോളിയോർ ബനാറസ് എക്സ്പ്രസിൻ്റെ ലോക്കോമോട്ടീവ് ഉണ്ടോ, വേബ് 7 വഡോദര ഷെഡിൻ്റെ ഗോളിയോർ. അങ്ങനെ നമ്മൾ ഗോളിയോറിൽ നിന്ന് നമ്മളെ ട്രെയിൻ എടുത്തു. ഇനിയിപ്പം മൊറേനയാണ് അടുത്ത സ്റ്റേഷൻ. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ ഇന്നലെ വാങ്ങിച്ച 2 പഴം ഇരിക്കുന്നുണ്ട്. അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീൻ എത്തിയിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ
അവിടെ എവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ നാടൻ ഫുഡ് കേരള ഹൗസ് പോകാൻ പറ്റുവാണെങ്കിൽ കേരള ഹൗസ് പോവാം, നോക്കട്ടെ. ഈ ഒരു യാത്ര നമ്മൾ ഡൽഹിയിൽ അവസാനിപ്പിക്കുന്നില്ല കേട്ടോ. അവിടെ ട്രെയിൻ വരുന്നുണ്ട്, കാണിച്ചു തരാം. ഇവിടെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. ഇത് ഗോളിയോർന്ന് ബൽറാംപൂർ, അത് ഉത്തർപ്രദേശിലെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ബൽറാംപൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ടേക്ക് പോകുന്ന ഒരു വണ്ടിയാണ്. സുശാസൻ എക്സ്പ്രസ്, അതിൻ്റെ പേര് ഏതാണെന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ അപ്പുറവും വേറൊരു വണ്ടി കിടക്കുന്നുണ്ട്, സുശാസൻ എക്സ്പ്രസ്. അത് ഗോളിയോർന്ന് ബറൗണി മെയില്. ബറൗണി എന്നൊക്കെ പറയുന്നത് ഉത്തർപ്രദേശിലെ സ്ഥലങ്ങളാന്ന് തോന്നുന്നു. ഉത്തർപ്രദേശാന്ന് തോന്നുന്നു. ബറൗണി മെയിൽ. ഇവിടെയൊക്കെ എന്തൊക്കെയോ കൃഷി ചെയ്യുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവൂല എന്താണ്. കടുകാണെങ്കിൽ പൂവ് കാണും, മഞ്ഞപ്പൂവ് ഉണ്ടെങ്കിൽ അത് കടുകാന്ന് മനസ്സിലാവും. പക്ഷേ ഇതിൽ പൂവൊന്നും കാണുന്നില്ല, എന്താണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ആഗ്രയിലോട്ട് എത്തിയിട്ട് ഇത് കണ്ടോ, ആർമിയുടെ വാഹനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുഷ് ട്രെയിനാണ്. മൊത്തം ആർമിയുടെ വെഹിക്കിൾസ് മാത്രമാണ് ഇതിൽ. ഇന്ത്യൻ ആർമിയുടെ ഇത് നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും അങ്ങനെ കാണാറില്ല കേട്ടോ. ആർമിക്ക് വേണ്ടി മാത്രമുള്ള ട്രെയിനാണ്. മുഴുവൻ ആർമിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് പോവാൻ, അതുപോലെ തന്നെ ആർമിയുടെ വാഹനങ്ങൾ കൊണ്ടുപോകാൻ യാദൃശ്ചികമായിട്ട് കണ്ടതാണ്. ആ ഒരു പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടില്ല, എന്ത് ഭംഗിയാ നോക്ക്. സൂപ്പറല്ലേ. ഫുൾ ആർമിയുടെ വെഹിക്കിൾസ് ആട്ടോ. ഇതെങ്ങോട്ടോ കൊണ്ടുപോവാണ്. അയ്യാ ഇത് കണ്ടോ, ടാങ്കുകളൊക്കെ ഇതെവിടെയോ ദൂരേക്ക് കൊണ്ടുപോവാണ്. മൊത്തം ടാങ്കുകളാ. അപ്പം നമ്മളിവിടെ ആഗ്ര കണ്ടോൺമെന്റ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ താജ്മഹലിലോട്ടൊക്കെ പോകേണ്ടവർക്ക് ഇറങ്ങേണ്ടത് ഇവിടെയാണ്. ഇവിടുന്ന് ആഗ്ര ഫോർട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ട്, അങ്ങോട്ടേക്ക് ലോക്കൽ ട്രെയിൻ കിട്ടും. നമ്മളത് വഴി പോകില്ല, നമ്മളിനി ഇവിടുന്ന് നേരെ മധുരയിലോട്ട് പോകും. മധുര എന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട്ടിലുള്ള മധുരയല്ല, ഇത് മധുര. ശ്രീകൃഷ്ണ ക്ഷേത്രമൊക്കെ ഇല്ലേ, ഇപ്പോൾ യുപിയിലാണ്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി രാജസ്ഥാൻ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യും. മധ്യപ്രദേശ് രാജസ്ഥാൻ സ്റ്റോപ്പൊന്നുമില്ല, ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ധോൽപൂർ ജംഗ്ഷൻ എന്നൊരു സ്റ്റേഷൻ ഉണ്ട്, അത് രാജസ്ഥാനാണ് വരുന്നത്. അവിടുന്ന് അതായത് ചമ്പൽ നദി ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വരും. അങ്ങനെ പെട്ടെന്ന് ഒരാളൊന്ന് ബാഗ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ. അപ്പോൾ നമ്മൾ അത് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരും. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ മധുര കഴിഞ്ഞ് നേരെ ഫരീദാബാദ്, അവിടുന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ. ഇത്രയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആഗ്ര കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു ആർമി വെഹിക്കിൾസിൻ്റെ ഒരു ഇത് കണ്ടത്. ഫുൾ ടാങ്കുകളും ഇതൊക്കെ ആയിട്ട്.
ഈ ഒരു ടാങ്കിൻ്റെ ടയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ നോക്ക്. അതുപോലെ തന്നെ ഇതൊക്കെ എത്ര അടുത്ത് ഇങ്ങനെ കാണുന്ന ആദ്യമായിട്ടാ. അവിടെ കണ്ടോ വേറൊരു ടാങ്ക് ഉണ്ട് കണ്ടോ. വാവ്, ഒക്കെ മൂടി വെച്ചിട്ട് അവർ കൊണ്ടുപോകുന്നത്. ഇത് മൊത്തം ഇത് തന്നെയാണ്, ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ലോക്കോമോട്ടീവ് കണ്ടോ, ഒരു ലുധിയാന ഷെഡിന്റെ വേഗ് 7. ഇതിൽ കവച്ചൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് കണ്ടോ, അതിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടോ കവച്ച് ഫിറ്റഡ്. മൊത്തം ആർമിയുടെ വാഹനങ്ങൾ. അങ്ങനെ നമ്മൾ ആഗ്ര കണ്ടോൺമെന്റിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തു. ഈ കണ്ടോൺമെന്റ് ചേർക്കുന്നതേ ഇതേപോലെയുള്ള ആർമിയായിട്ട് ബന്ധപ്പെട്ട ഇത് അടുത്ത് വരുന്നതുകൊണ്ടാണ് കണ്ടോൺമെന്റിന് ചേർക്കുന്നത്. നമ്മുടെ ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് മധുരയാണ്. അവിടെ ഒരു വാഗ് 7 കിടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറം ഒരു വാഗ് 7, അതിൻ്റെ തൊട്ടിപ്പുറം ഒരു വാഗ് 9 കണ്ടോ. ഇത്ര ലോക്കോമോട്ടീവാന്ന് നോക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വലത്തോട്ടൊരു ട്രാക്ക് പോകുന്നത് കാണാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആഗ്ര ഫോർട്ട് സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോകുന്നത്. അതാണ് നമ്മുടെ താജ്മഹൽ കാണാനൊക്കെ പോകണമെങ്കിൽ ആ ഒരു ട്രാക്ക് വഴിയാണ് നമുക്ക് ഇവിടുന്ന് ലോക്കൽ ട്രെയിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റുന്നത്. നമ്മൾ കാശ്മീർ പോകാൻ വേണ്ടിയിട്ട് ഹിമസാഗർ എക്സ്പ്രസ്സിന് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ചാനലുണ്ട്. അന്നും നമ്മൾ ഈ ഒരു റൂട്ടൊക്കെ തന്നെയാണ് പോയത്. ഇവിടുന്ന് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ട്രാക്ക് പോകുന്നത് കാണിച്ചു തരാൻ പറ്റും. ഇവിടെയൊക്കെ ട്രാക്കിൽ പണി നടക്കുന്നുണ്ട്. ട്രാക്ക് മെയിൻ്റനൻസ് ഇവരാണ്. ട്രാക്ക് മെയിൻ്റനൻസ് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ നട്ടെല്ല് എന്ന് വിളിക്കുന്നത് ഇവരാണ് കേട്ടോ. ഗ്രൂപ്പ് ഡി ജീവനക്കാരാണ്. ഇവരാണ് നമ്മുടെ മൊത്തം ട്രാക്കുകളും ഇങ്ങനെ റെയിൽവേക്ക് അടിപൊളിയാക്കി വെക്കുന്നതാണ്. ഈ പോകുന്ന ട്രാക്ക് കണ്ടോ, ഇതാണ് ആഗ്ര ഫോർട്ട് സ്റ്റേഷനിലോട്ട് പോകുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ആ ഒരു വഴി അങ്ങ് പോവും. ഈ ഒരു ട്രാക്ക് ഇതാ ഇവിടുന്ന് പോകുന്ന ട്രാക്ക് കണ്ടോ, ഇത് ആഗ്ര ഫോർട്ട് സ്റ്റേഷനിലോട്ടാണ്. അവിടെയാണ് താജ്മഹലൊക്കെ സ്ഥിതി ചെയ്യുന്നത്. പുല്ല് പറിക്കുക. നമ്മളെ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അവിടെയൊക്കെ വീടിൻ്റെ മുകളിൽ കണ്ടോ ദേശീയ പതാക. ഇവിടെ അധികം വീടിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ പ്രൈവസി ആയി. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. നല്ല പ്രൈവസി കിട്ടും. പക്ഷെ കിടക്കാൻ വീതിയൊക്കെ വെച്ച് നോക്കുമ്പം ആ സൈഡ് അപ്പുറമാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയൊക്കെയാണ് നമ്മളിപ്പം ഇന്നലെ അല്ല മെഞ്ഞാന്ന് വൈകുന്നേരം 5:30 അല്ലേ, ട്രെയിൻ കുറച്ച് ലേറ്റായി 6 മണിയാകുമ്പോൾ ആവാനാകുമ്പോഴാണ് വന്നത്. ഇപ്പം കയറിയതാ. അപ്പം ഇന്നലെ 6 മണി, ഇന്നിപ്പം രാവിലെ. അപ്പം ഒരു ദിവസം മുഴുവൻ 24 മണിക്കൂറും ഒരു 12 36 മണിക്കൂർ എടുക്കും. ഇനിയിപ്പം ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മളെത്തും. 40 മണിക്കൂർ ട്രെയിനിൽ തന്നെ. ഇനിയിപ്പം 2 സ്റ്റേഷനേ ഉള്ളൂ, മധുര, ഫരീദാബാദ്, ഹസ്രത്ത് നിസാമുദ്ദീൻ. രാവിലെ നമ്മൾ പഴം കഴിച്ചതാട്ടോ. ഞങ്ങൾ കാണിച്ച ഒരു പഴം കൂടി ഉണ്ട് കയ്യിലുണ്ട്, അതുകൂടെ കഴിക്കാം. ഞാനത്
അത് മുകളിൽ അവിടെ നിന്ന് വന്ന് മുകളിൽ വന്ന് അങ്ങ് ആ വിശപ്പിലും കഴിച്ചതാണ്. നമ്മളിതാ മധുര ജംഗ്ഷൻ. മധുര മധുര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കൊക്കെ, അതായത് ശ്രീകൃഷ്ണ ജന്മഭൂമി അങ്ങോട്ടൊക്കെ പോകേണ്ടവർക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനാട്ടോ ഇത്. ഇവിടെയാണ് ശ്രീകൃഷ്ണ ജന്മഭൂമി വരുന്നത്. അതുപോലെ ഇസ്കോണിൻ്റെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രം, വൃന്ദാവൻ ഗാർഡൻ, ഇവിടേക്കൊക്കെ പോകേണ്ടവർ ഇറങ്ങേണ്ടത് ഇവിടെയാണ്. ആഗ്ര കഴിഞ്ഞ് നമ്മളിപ്പോൾ മധുര എത്തി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് ഫരീദാബാദാണ്, പിന്നെ ഹസ്രത്ത് നിസാമുദ്ദീൻ. അപ്പോൾ നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ജന്മഭൂമിയിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇറങ്ങേണ്ട സ്റ്റേഷനാണ് മധുര. അപ്പോൾ ഈ ഒരു ട്രെയിനിന് മംഗളയ്ക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റും. കുരങ്ങന്മാരൊക്കെ ഉണ്ടോ സ്റ്റേഷൻ്റെ? അകത്തുനിന്ന് നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് വാങ്ങാൻ പറ്റുന്ന ഒരു സാധനം ചായ. കുറച്ച് മധുരമൊക്കെ കൂടുതലാണ്, എന്നാലും ഒപ്പിക്കാം. വില്ലൊട്ടും ക്ലിയർ അല്ലാത്തതുകൊണ്ടേ പുറത്തോട്ടൊരു വ്യൂ ഒന്നും കിട്ടൂല. ഇത് എമർജൻസി എക്സിറ്റാ. എങ്ങനെ അറിയോ, ഇത് പിടിച്ചങ്ങ് വലിച്ചാൽ ഇത് സാധനം വലിച്ചങ്ങ് പോരും, പിന്നെ നമുക്ക് ചവിട്ടിപ്പെട്ടില്ല. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. അങ്ങനെ മധുരയിൽ നിന്നും നമ്മുടെ ട്രെയിൻ എടുത്തു. ഇനി അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് ഫരീദാബാദാണ്. ഇവിടെയൊക്കെ കണ്ടു വീണ്ടും മുകളിൽ നമ്മുടെ ഇന്ത്യയുടെ കൊടി നമുക്ക് കുറേ സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. അപ്പം ഇനി അടുത്ത സ്റ്റേഷൻ ഫരീദാബാദാണ്. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പും അത്യാവശ്യം വെയിലും ഉണ്ട്. ഇതൊരു കോളേജ് കേട്ടോ, അമർനാഥ് ഗേൾസ് ഡിഗ്രി കോളേജ് മധുര. അവരുടെ ഗ്രൗണ്ട്. നമ്മൾ അന്ന് കാശ്മീർ പോയ സമയത്ത് ഇതൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല, കാരണം രാത്രിയായിപ്പോയി. അപ്പോൾ അവിടെ അന്ന് എത്തുന്നത് രാത്രി 8:30-ക്കാണ് ഡൽഹി എത്തിയത്. അപ്പോൾ ഇവിടെയൊക്കെ സന്ധ്യയായിരുന്നു, അപ്പോൾ ഒന്നും കണ്ടിട്ടില്ല. ഫുള്ള് ഇരുട്ടത്തായിരുന്നു യാത്ര. ഇതൊരു ചെറിയ സ്റ്റേഷനായതോ, അതിൻ്റെ പേര് ഞാൻ വായിച്ചിരുന്നു. ബുദ്ധേശ്വർ എന്ന് പറയുന്ന ഒരു കുഞ്ഞി സ്റ്റേഷൻ. ഇതൊക്കെ പണി നടക്കുന്നുണ്ട്. സ്റ്റേഷനെ വലുതാക്കാൻ പോവാ. ഇപ്പം എല്ലാ സ്റ്റേഷനിലും അങ്ങനെയാണല്ലോ. എപ്പോഴെങ്കിലും ഒരിക്കലും നമുക്ക് മധുര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോവാം. മധുരയും ആഗ്രയൊന്നും നമ്മൾ പോയിട്ടില്ല. ആഗ്ര, മധുര, എന്നിട്ട് ഡൽഹി. ഇത് മൂന്നും നമുക്ക് ഏതെങ്കിലും ഒരു യാത്രയിൽ മൊത്തമായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. വേറെ ഒരു പ്ലാനും ഇല്ല. ഇത് ഈ 3 സ്ഥലങ്ങൾ. ഡൽഹിയും നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലല്ലോ. ആകുമ്പോഴത്തേക്ക് നമ്മളെത്തും. 1:30 ടൈം. 1:30 ഒരു 1:15 ആകുമ്പോഴത്തേക്ക് എത്തേണ്ടതാണ്. ഇപ്പം
ഫരീദാബാദ് നമ്മൾ 12 മണി 12:30 ആ സമയത്ത് എത്തും. ഇവിടെയൊക്കെയുള്ള വീടുകളെ മൊത്തം ഇഷ്ടിക കൊണ്ടുണ്ടാക്കുന്നതാണ്, കല്ലുകളില്ലല്ലോ. നമ്മളിതാ ഫരീദാബാദ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടോ. അടുത്ത നമ്മുടെ ലാസ്റ്റ് സ്റ്റേഷനാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ. എൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേഷനാണ് ഫരീദാബാദ്. ഈ ഫരീദാബാദ് എന്ന് പറയുന്നതേ ഒരു എന്താ പറയുക, വ്യവസായങ്ങളൊക്കെ കൂടുതലുള്ളൊരു സ്ഥലമാണ്. ഇഷ്ടം പോലെ വ്യവസായ സ്ഥലങ്ങൾ, അതായത് നമ്മുടെ തെലങ്കാന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യവസായശാലകൾ നിലവിൽ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ്. നമ്മുടെ JCBയുടെ ഒക്കെ ഫാക്ടറി ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ യമഹ, ഹോണ്ട, ഇതിൻ്റെ ഒക്കെ ഫാക്ടറി ഉള്ളൊരു സ്ഥലം കൂടിയാണ്. അങ്ങനെ ഇവിടെ ഫരീദാബാദ് നമ്മൾ ട്രെയിൻ എടുത്തു. അപ്പം അടുത്തത് നമ്മുടെ നിസാമുദ്ദീൻ. അങ്ങനെ നമ്മളിതാ ഇപ്പം ഹസ്രത്ത് നിസാമുദ്ദീനിലോട്ട് എത്താറായിട്ടോ. നാട്ടിൽ നിന്ന് 2546 കിലോമീറ്റർ യാത്ര ചെയ്ത് കഞ്ഞാന്ന് വൈകുന്നേരം കയറി. അപ്പം ഇന്ന് ഉച്ചയാകുമ്പം നമ്മളിവിടെ എത്താൻ പോവാ. വലിയൊരു യാത്രയായിരുന്നു. മംഗളയിൽ നാട്ടിൽ നിന്ന് ഡൽഹി വരെ. ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നു മംഗളയിൽ ഒരു യാത്രയാണ്. ഞാൻ വിചാരിച്ചത് എറണാകുളം മുതൽ എൻഡ് ടു എൻഡ് യാത്രയാണെന്നാണ്, പക്ഷെ അത് പറ്റിയില്ല. എന്നാലും നമ്മുടെ കൊയിലാണ്ടിയിൽ നിന്ന് ഡൽഹി വരെ ഒറ്റ സ്ട്രെച്ചിലൊരു യാത്ര. അപ്പോൾ ഡൽഹി എത്തിയിട്ട് നമ്മൾ താമസിക്കുന്നത് ഓൾഡ് ഡൽഹി സ്റ്റേഷനിലാണ്. അവിടത്തേക്ക് പോകണം. ചാന്ദിനി ചൗക്ക് മെട്രോ, അങ്ങോട്ടും അവിടെ നിന്ന് മെട്രോ കിട്ടും. മെട്രോ എടുത്തിട്ടൊക്കെ പോകണം. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ അടുത്ത വീഡിയോയിലായിരിക്കും കാണാൻ പോകുന്നത്. നമുക്ക് അവിടെ പോയിട്ട് പിന്നെ ബാക്കി കുറേ കാര്യങ്ങളുണ്ട്. മംഗളാന്ന് വെച്ചാൽ കേരളത്തിൽ ഏകദേശം എല്ലാ സ്ഥലത്തും സ്റ്റോപ്പുള്ള സൂപ്പർ ഫാസ്റ്റാണ്. ഡൽഹിയിലോട്ട് വരാൻ എല്ലാ ദിവസവും വരുന്നൊരു ട്രെയിനും കൂടിയാണ്. ടിക്കറ്റ് കിട്ടാനൊക്കെ എളുപ്പമുള്ള ട്രെയിനാണ്. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത്. ഇനി ഒരു കുറച്ച് നേരം കൊണ്ട് നമ്മളിപ്പോൾ അവിടെ എത്തും. ഡൽഹി എത്തും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ ഒന്ന് കമൻസ് ആയിട്ട് പറയുക. പിന്നെ നിങ്ങളുടെ ഫാമിലിയുള്ളവർക്ക്, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ കൂടെ ഉണ്ട്. അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യുന്നൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ടും കൂടെ കിട്ടും. നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.